ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പെരുവഴിയിൽ നിർത്തി GCDA വാടക നൽകാത്തത് കാരണം പ്രസ് മീറ്റിനായി ഇതുവരെ സ്റ്റേഡിയം തുറന്നുകൊടുത്തില്ല. 3 മണിക്ക് തീരുമാനിച്ചിരുന്ന വാർത്താ സമ്മേളനം റദ്ദാക്കി. ബിഗ് ബ്രേക്കാണിത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകുന്നത്. സഹിൻ, 10 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ ടീം ഇങ്ങനെ കളിക്കാനിരുന്നത്. മുൻപും GCDയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള അലംഭാവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഇന്ത്യൻ ടീം, അത് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിലൊക്കെ കളിക്കാൻ വരുമ്പോൾ ഇതൊക്കെ മുൻകൂട്ടി പരിഹരിക്കേണ്ടതായിരുന്നില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഈ വാർത്താ സമ്മേളനം റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പെരുവഴിയിൽ നിർത്തിയിരിക്കുകയാണ് GCDA. കാരണം ഇന്ന് 3 മണിയോടുകൂടി ഇന്ത്യൻ ടീമിന്റെ പ്രസ് മീറ്റ് തീരുമാനിച്ചിരുന്നു. ഇന്ത്യ ഹോങ്കോങ് മത്സരം 31-ാം തീയതിയാണ് കലൂർ സ്റ്റേഡിയത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ താരങ്ങളും ഇന്ത്യൻ ഫുട്ബോൾ കോച്ചും ചേർന്നുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഈ വാർത്താ സമ്മേളനം അത് റദ്ദ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുകയായിരുന്നു. ഏഷ്യ കപ്പ് ക്വാളിഫൈ മത്സരമാണ് 31-ാം തീയതി നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത്. 3 മണിക്ക് വാർത്താ സമ്മേളനം ഉള്ളതായി മാധ്യമപ്രവർത്തകരെ അടക്കം അറിയിച്ചിരുന്നതും. എന്നാൽ ചില വാടകയുടെ കാര്യം സംസാരിച്ചുകൊണ്ട് പിന്നീട് സ്റ്റേഡിയം തുറന്നു കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് GCDA കടക്കാതിരിക്കുകയായിരുന്നു. ഇതുവരെ അസോസിയേഷൻ വാടക നൽകിയിട്ടില്ല എന്നുള്ളതാണ് GCDA ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്റ്റേഡിയം തുറന്നു നൽകാതിരുന്നത് എന്നുള്ളതാണ് GCDA പറഞ്ഞു വയ്ക്കുന്നതും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരു വീഴ്ച GCDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ശരി, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.